അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ടെക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഷവമിയുടെ അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഷവമി 70 പ്രോ മാക്സിന്റെ ഫോട്ടോസുകൾ ലീക്കായതെന്നുള്ള കാര്യമാണ്. ഇതേപോലത്തെ ഒരു ഡിസൈൻ അവർ കുറച്ച് മുൻപും ഇറക്കിയായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ സ്ക്രീൻ ആണെങ്കിൽ ഇതാണ് കുറച്ചും കൂടി വലിയ സ്ക്രീനും കുറച്ചൊക്കെ ചെറിയ ഡിസൈനിന്റെ മാറ്റമുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ 50 സീരീസ് ആണ്, അങ്ങനെ 60 സീരീസ് അല്ലേ വരേണ്ടത്, എന്നാൽ നീ പറഞ്ഞ 70 സീരീസ് അല്ലേ, അപ്പം 60 സീരീസ് എവിടെയാണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 60 സീരീസ് വേണ്ട വെച്ചു ഗൈസ്. കാരണം എന്ന് പറയുന്നത് ഐഫോൺ 70 സീരീസ് ആയില്ലേ, ഞങ്ങൾ ഐഫോണിനെ കോപ്പി അടിക്കുന്ന ആൾക്കാരല്ലേ, അപ്പം അവരെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സീരീസ് എടുത്ത് കളഞ്ഞ് ഈ തവണ 70 സീരീസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ലീക്കായ സ്പെക്സ് നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LTPO ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സ്നാപ്ഡ്രാഗന്റെ 888 Gen 5 പ്രൊസസ്സർ ആയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ സാധനം ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മിക്കവാറും അടുത്ത മാസമോ അതിനുശേഷമുള്ള മാസമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ വിവോ എന്റെ ഭയങ്കര പോപ്പുലറായ X സീരീസിലെ ഇനി ഇറങ്ങാൻ പോകുന്ന S300 സീരീസിലെ പുതിയ ഫോണായ X300 അൾട്രയിൽ 200 MB ക്യാമറ ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. മെയിനും ടെലിഫോട്ടോ 200 MB ആയിരിക്കും. ബാക്കിയുള്ള ഫോണുകളിൽ ഒരു ക്യാമറ 200 MB ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാത്തിനും സെൽഫി ക്യാമറ 50 MB ആയിരിക്കും. ബാക്കിയുള്ള സ്പെക്സ് നോക്കുകയാണെങ്കിൽ എല്ലാ ഹൈ ഫോണുകളിലുള്ള പോലെ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്, LTPO സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗന്റെ 888 Gen 5 പ്രൊസസ്സർ ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇത് മിക്കവാറും ഈ മാസം തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത മാസം അത് കഴിഞ്ഞിട്ടുള്ള മാസമൊക്കെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓപ്പോന്റെ 5X9 പ്രോയിലും ടെലിഫോട്ടോ എന്ന് പറഞ്ഞാൽ 200 MB ആയിരിക്കും. മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 50 അൾട്രാ വൈഡ് 50 MB ആയിരിക്കും. പിന്നെ 5500 mAh ബാറ്ററി, LTPO സപ്പോർട്ടുള്ള 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ, പിന്നെ ബാക്കിയുള്ള എല്ലാ കിടിലും ഫീച്ചേഴ്സും ഉണ്ട്. പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഡയമണ്ട്സിറ്റിന്റെ 9500 ആയിരിക്കും. എന്തുകൊണ്ട് സ്നാപ്ഡ്രാഗൺ എടുത്തില്ല എന്ന് എനിക്കറിയില്ല. പിന്നെ എല്ലാവരും എടുക്കുമ്പോൾ ഞാനൊരു വെറൈറ്റി പിടിക്കട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചതായിരിക്കും തോന്നുന്നു. ഇത് മിക്കവാറും ഈ മാസം ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ചൈനയിൽ, ഇന്ത്യയിലല്ല. ഇന്ത്യയിൽ മിക്കവാറും അടുത്ത മാസം അതിനുള്ള മാസമൊക്കെ ലോഞ്ച് ചെയ്യും. വേറെ ന്യൂസ് പറഞ്ഞാൽ OnePlusന്റെ 50 സീരീസിന്റെ ഫോട്ടോസുകൾ വന്നിട്ടുള്ള കേസാണ്. ഈ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്കും അതുപോലെ തന്നെ മിക്കവാർക്കും തോന്നിയത് ഇത് ഐഫോണിന്റെ കോപ്പി അല്ലെന്നാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള സ്പെക്സ് നോക്കുകയാണെങ്കിൽ എല്ലാവരും 120 ഹെർട്സ് പിടിക്കുമ്പോൾ ഇവർ 165 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആയിരിക്കും കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ചിലവർ പറയുന്നത് 265 ഹെർട്സിന്റെ ഒക്കെ ഡിസ്പ്ലേ കൊണ്ടുവരുന്നത്. അത്രയൊക്കെ വലിയ ഡിസ്പ്ലേ എന്തിനാണെന്ന് എനിക്കും അറിയില്ല. കൊണ്ടുവരുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ 885 പ്രൊസസ്സർ, 120 വാൾട്ടിന്റെ ചാർജർ, 50 വാൾട്ടിന്റെ വയർലെസ് ചാർജിങ്, പിന്നെ 5000 mAh ബാറ്ററി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാലം അവർക്ക് ഹാസൽബ്ലാഡിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഈ തവണ മുതൽ അതില്ല, അത് അവർ വേണ്ടെന്ന് വെച്ചു. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അടുത്ത ന്യൂസ് ആണ് സാംസങ് S25 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത കാര്യമാണ്. ഇനി ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ റൂമേഴ്സിലൊക്കെ എക്സ്പെക്ട് ചെയ്ത സ്പെക്സ് തന്നെയാണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1900 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ സാധനത്തിൽ വന്നിരിക്കുന്നത്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 50 മെയിൻ, 8 ടെലിഫോട്ടോ, 12 അൾട്രാ വൈഡും 12 ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ 4900 mAh ബാറ്ററിയും, 45 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും, അതുപോലെ തന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഈ സാധനം സപ്പോർട്ട് ചെയ്യും. പിന്നെ എക്സിനോസിന്റെ പ്രൊസസ്സറാണ് ഈ സാധനത്തിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 128GB വേരിയന്റിന് 60,000 രൂപയാണ്. ഇനി ഈ സാധനം റെക്കമെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷേ OnePlusനെ പോലെ അവർ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് ഒന്നും അവർ ഓഫർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനമൊക്കെ റെക്കമെൻഡ് ചെയ്ത അവസാനം പണി കിട്ടിയാൽ ചിത്തയാക്കാൻ വരും. അതുകൊണ്ട് എനിക്ക് ഒരു റെക്കമെൻഡ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ. അടുത്ത ന്യൂസ് പറഞ്ഞാൽ Gmail പർച്ചേസ് എന്ന് പറഞ്ഞ പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇമെയിൽസ് ഒക്കെ ഈ സെക്ഷനിലായിരിക്കും വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ സെയിൽസും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽസും ഈ മാസം 23-ാം തീയതി തുടങ്ങുവാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സമയം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത ന്യൂസ് പറഞ്ഞാൽ സ്പോട്ടിഫൈയിൽ ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കുറെ പേര് ഭയങ്കര റിക്വസ്റ്റ് ആണ് ഈ സാധനം ഒന്ന് സ്പോട്ടിഫൈയിൽ വരണമെന്ന്. അവസാനം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീമിയം യൂസേഴ്സിന് മാത്രമേ ഈ സാധനം കിട്ടും. ഈ സംഭവം ഓൾറെഡി ആപ്പിളുള്ളതാണ്. സ്പോട്ടിഫൈ ഇപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രീമിയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറഞ്ഞത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.